ഞാന് UPSCക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഞാൻ PG ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ശരിക്കും അറ്റംപ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് എപ്പോഴാണ്? 21-ലായിരുന്നു സാർ. ഞാൻ 21, 22, 23, 24, 25 5 അറ്റംപ്റ്റ് കഴിഞ്ഞു. അതെ, ഒന്നുകൂടി ബാക്കിയുണ്ട്. ജനറൽ കാറ്റഗറി ആണോ? OBC അപ്പൊ 9 ഉണ്ടല്ലോ അല്ലേ? 9 അറ്റംപ്റ്റ് ഉണ്ട്. 9 അറ്റംപ്റ്റ് ഉണ്ട്. അപ്പൊ ഇനി കണ്ടിന്യൂ ഉണ്ടോ അല്ല വേറെ എന്തെങ്കിലും പ്രോഗ്രാം? സാർ അതാണ് എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എന്റെ പ്രിപ്പറേഷൻ ഞാൻ ലാസ്റ്റ് 2023-ലായിരുന്നു കോച്ചിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഫോർച്യൂണിലായിരുന്നു ഞാൻ കോച്ചിങ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നെ. അപ്പൊ അങ്ങനെ ഫുൾ ടൈം നിന്ന് ഞാൻ പഠിച്ചത് ആ ടൈം ആയിരുന്നു PG കഴിഞ്ഞിട്ട്. അപ്പൊ ആ അറ്റംപ്റ്റും എനിക്ക് CSAT ഒരു 1.5 മാർക്കിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നെ. പക്ഷെ GS ഞാൻ ക്വാളിഫൈ ആയില്ല. കാരണം എനിക്ക് കട്ട് ഓഫ് 87 ആയിരുന്നു വന്നത്. എനിക്ക് 67 ഉണ്ടായിരുന്നുള്ളൂ ഡിഗ്രി. ബട്ട് ഈ അറ്റംപ്റ്റ് ഞാൻ കുറച്ചുകൂടെ നല്ല സീരിയസ് ആയിട്ട് 1 ഇയർ ഇരുന്ന് പ്രിപ്പയർ ചെയ്തതായിരുന്നു. ബട്ട് അതിലും ക്ലിയർ ആയില്ല. അപ്പോ പക്ഷെ എനിക്ക് again ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. എനിക്ക് ആൻസർ റൈറ്റിംഗ് ഒക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടെന്നും എനിക്ക് MCQസിനോട് നല്ല ഫിയർ വരുന്നുണ്ട് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും. ആ ഒരു ഇഷ്യൂ ആണ് എന്നാ എനിക്ക് കിട്ടാതെ പോകുന്നതായിരുന്നു ആണ് എന്റെ ഒരു അസസ്മെന്റ് അങ്ങനെ വന്നേ. അപ്പൊ എനിക്കത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. പിന്നെ 5th അറ്റംപ്റ്റ് ആയതുകൊണ്ട് വീട്ടിലും കുറച്ച് അപ്പൊ അവരെന്തായാലും സാറിനോടൊന്ന് സംസാരിച്ചു നോക്കിയാ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസോ ഇന്റേൺഷിപ്സോ പോലെ അങ്ങനെ എന്തെങ്കിലും ഞാൻ പഠിച്ചത് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ. എപ്പോഴും നമ്മളൊരു മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് പോസിബിലിറ്റി കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നത് തന്നെ അത് അത്ര എളുപ്പമല്ല. ഒരു പ്രാവശ്യം ഫെയിലായാലും ഗുണമുള്ള എല്ലാവരും ഉള്ളിലായിന്നോ ഗുണമില്ലാത്തവരെ പുറത്തായിന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഗവൺമെന്റ് തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും നമ്പർ ഓഫ് അറ്റംപ്റ്റ് കൊടുക്കുന്നത്? അവർക്ക് ചാൻസസ് വേണം, നമുക്ക് അവരെയും വേണം എന്നുള്ള തോന്നലുള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോൾ മിക്കവാറും ഇത്തരം എക്സാംസ് ഒന്നും ഫസ്റ്റ് അറ്റംപ്റ്റോ സെക്കൻഡ് അറ്റംപ്റ്റോ തേർഡ് അറ്റംപ്റ്റോ ഒന്നും കയറി പോകുന്നവർ കുറവാണ്. വളരെ പോസിബിൾ ആയിട്ട് ഏതെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒരാൾ കയറി എന്ന് പറഞ്ഞാൽ അയാൾ ഹൈ മെറിറ്റ് ഉള്ള ആളും ബാക്കി എല്ലാവരും മോശക്കാരെന്ന് അർത്ഥമില്ല. നമുക്ക് 100 ഔട്ട് ഓഫ് 100 കിട്ടുന്നത്, ഞാൻ 100 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് 100 വന്നാൽ എനിക്ക് 100 ഔട്ട് ഓഫ് 100 കിട്ടും. ഞാൻ 200 പ്രിപ്പയർ ചെയ്ത് പോയിട്ട് അതിൽ 100 വന്നാലും എനിക്ക് 100 ഔട്ട് ഓഫ് 100 കിട്ടും. ഞാൻ 5000 പ്രിപ്പയർ ചെയ്ത് പോയിട്ട് അതിനകത്ത് 50 വന്നുള്ളെങ്കിലോ എനിക്ക് 50 കിട്ടുള്ളൂ. അപ്പൊ എന്താണ് വരാൻ പോകുന്നത് എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്കാണ് എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിൽ മാർക്ക് കിട്ടുക. ഈ പ്രഡിക്ഷന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നതാണ് നല്ല കോച്ചിങ് സെന്റേഴ്സ്. അത് കോച്ചിങ് സെന്റേഴ്സിന്റെ ഗുണമല്ല, അവിടെയുള്ള കാൻഡിഡേറ്റ്സിന്റെ ഗുണമാണ്. ഇപ്പൊ ഞാൻ സാധാരണ ഇപ്പൊ കുറെ പേര് ഇപ്പൊ ഇന്നലെ CSATന്റെ റിസൾട്ട് വന്നതോടുകൂടി എന്നെ കോണ്ടാക്ട് ചെയ്ത് കിട്ടി എന്ന് പറയുന്നവരോട് ആദ്യം ചോദിക്കാറ്, നിങ്ങൾക്കറിയുന്ന 5 പേര് അവരിൽ എത്ര പേർക്ക് കിട്ടിയെന്നാണ്. ഇപ്പൊ മിക്കവാറും ആൾക്കാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞവരുടെ 5 പേർക്കും കിട്ടിയിട്ടില്ല. കിട്ടി എന്ന് പറഞ്ഞവരുടെ 5 ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോ നമുക്ക് കിട്ടുന്നതും കിട്ടാത്തതും കോച്ചിങ് സെന്റേഴ്സിന്റെ വലിയ ഗുണം കൊണ്ടല്ല. ആ കോച്ചിങ് സെന്ററിൽ നമ്മൾ എങ്ങനെയുള്ളവരുമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുള്ള പോസിബിലിറ്റീസ് ഒക്കെ കേരളത്തിൽ വളരെ കുറവാണ്, ഡൽഹിയിലും കുറവാണ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എവിടെയാണോ വെച്ചാൽ. അപ്പോൾ ഒരു ഓറിയന്റേഷൻ വേണം. പിന്നെ ആദ്യമായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു 5 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു, അപ്പോൾ ടോട്ടലി ഡിമോട്ടിവേറ്റ് ആവും, പ്രഷർ നല്ല പോലെ വരും. അതെ, അത് വരും. അപ്പൊ നമ്മളിപ്പോ ഏത് കോച്ചിങ് സെന്ററിൽ പോയാലും 4 പ്രാവശ്യം 5 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ റിപ്പീറ്റ് ചെയ്തവരെ കാണും. അവരൊക്കെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. ഒരാൾ കരയുന്നത് കണ്ടാൽ കരച്ചിൽ വരാത്ത ആൾക്കും കരച്ചിൽ വരും. ഒരു സൈക്കോളജിയാണ്, ഒരു മോബ് സൈക്കോളജി അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കോച്ചിങ് സെന്ററിലൊക്കെ മിക്കവാറും അടിഞ്ഞുകൂടുന്നവര് ഇത്തരക്കാരാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം. ഇതൊക്കെ അനുഭവിച്ച ആളായതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റുകാരുടെ കൂടെ നമ്മൾ ജോയിൻ ചെയ്യാറില്ല. നമ്മളൊരു സീനിയർ ആണ്, നമുക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെയുള്ള ഭാവത്തില് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് വരെ മൈൻഡ് ചെയ്യാതെ
പലപ്പോഴും ഫെയിലായവരെയാണ് നമ്മൾ, പാസ്സായവരെ അവിടെ കാണില്ലല്ലോ. അത് ശരിയാണ്. അപ്പോൾ കോച്ചിങ് സെന്ററിൽ മിക്കവാറും കാണുന്നത് ഫെയിലിയേഴ്സിനാണ്. ഈ പഠിപ്പിക്കുന്നവരോ, അവനാണെങ്കിൽ സ്ഥിരമായിട്ട് തോറ്റിട്ട് വേറെ പണിയൊന്നും കിട്ടാത്തതുകൊണ്ടാണ് കോച്ചിങ് സെന്ററിൽ വന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ കാണുന്നത് പഠിപ്പിക്കുന്നതും ഫെയിലിയർ, കൂടെയുള്ളവരും ഫെയിലിയർ. അപ്പൊ ആലോചിച്ച് നോക്കൂ. ഞാനൊക്കെ സാധാരണ പറയാറുള്ളത്, നിങ്ങൾ ഈ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റണല്ലോ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിന് നല്ല മെറ്റീരിയൽസ്, ഇപ്പൊ ഏത് വിഷയം എടുത്താലും അതിനെക്കുറിച്ച് പഠിക്കാൻ, ഇപ്പൊ ജനറൽ സ്റ്റഡീസ്, ജനറൽ നോളജ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ മാസീവ് ടോപ്പിക്. അതിലെന്ത് നമ്മൾ പഠിക്കണം എന്നുള്ളത് ചൂസ് ചെയ്യാൻ കുറെ മെറ്റീരിയൽസ് പല സെന്ററിൽ നിന്നുള്ളത് ഹെൽപ്പ് ചെയ്യും. അത് ഇപ്പൊ ഓൺലൈൻ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അത് നല്ല സത്സംഗ് ഉണ്ടാക്കി അവൈലബിൾ ആണ്, നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവൈലബിൾ ആണ്. ആ ഗ്രൂപ്പ് തമ്മിലുള്ള ഡിസ്കഷൻസ് ഒരിക്കലും കാഷ്വൽ ഡിസ്കഷൻസോ ടൈം പാസോ ആവരുത്. വളരെ ഫോക്കസ്ഡ് ആയിട്ട് എക്സാം മാത്രം, ഡീമോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യവും ഡിസ്കസ് ചെയ്യില്ല. അതൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഉണ്ടാക്കിയെടുക്കാം ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട്. ഇപ്പൊ രണ്ട് കാര്യം തീരുമാനിക്കുക. ആദ്യം എനിക്ക് ചെയ്യേണ്ടത്, യു റൈറ്റ് എൻ SOP ആൻഡ് സെൻഡ് ടു മീ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. വൈ ഡു യു വാണ്ട് ടു ബിക്കം എ സിവിൽ സർവന്റ്? ഓക്കെ, ഇത് ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ. അത് എഴുതുമ്പോഴാണ് നമുക്ക് നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ മോട്ടിവേഷനും, നമ്മുടെ മോട്ടിവേഷൻ നല്ലതാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെർഫോമൻസ് എപ്പോഴും നന്നാവും. ഇപ്പൊ ഞാൻ ഓടി ഫസ്റ്റ് കിട്ടാനാണ് ഞാൻ ഓടുന്നത്, ഓട്ട മത്സരത്തിലാണ് എൻ്റെ പെർഫോമൻസ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യാണ്. എനിക്ക് ഒറ്റക്ക് ഓടിയാൽ മത്സരത്തിൽ എനിക്ക് മുന്നോട്ടെത്തോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 3-4 പേര് കൂടെ ഓടണം, വേണ്ടേ? അപ്പൊ ഇപ്പം ഞാൻ പറഞ്ഞൊരു ഫിലോസഫി നിങ്ങൾ സമ്മതിച്ചു, ഒരു സൈക്കോളജി നിങ്ങൾ സമ്മതിച്ചു. എന്താണത്? കൂടെ 3-4 പേരുണ്ടായാൽ എനിക്ക് ഓടിയാല് മത്സരത്തിൽ വിജയിച്ചോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുമോ? അതിനേക്കാളും സ്പീഡിൽ ഒറ്റക്ക് ഓടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല എന്നാണ് ഉത്തരം. നിങ്ങളുടെ നേരെ പിന്നാലെ ഒരു പട്ടി ഓടുന്നുണ്ടെന്ന് വിചാരിക്കാം നിങ്ങളെ കടിക്കാൻ. നിങ്ങൾ മത്സര ഓട്ടത്തിലാണോ സ്പീഡിൽ ഓടുക, അല്ല പട്ടി കടിക്കാൻ വരുമ്പോഴാണോ സ്പീഡിൽ ഓടുക? അപ്പോ നമ്മുടെ ജീവിതത്തില് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഒരാളുടെ കൂട്ടും വേണ്ട. പക്ഷെ എനിക്ക് എന്റെ പിന്നാലെ ഒരു പട്ടി കടിക്കാൻ വരണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവും. അവരാണ് മിക്കവാറും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ. അവരുടെ കൂടെ നിന്നാൽ ഇതൊന്നും നടക്കില്ല. കാരണം എത്ര പാരന്റ്സ് ഉണ്ടാവും കേരളത്തില്, നിങ്ങൾ 4 പ്രാവശ്യം തോറ്റു എന്ന് പറയും, നിന്നെ കൊണ്ട് പറ്റില്ല, നീ വേറെ പണി നോക്ക്. കാരണം അവരെ കൊണ്ട് ഇതൊന്നും പറ്റിയിട്ടില്ലല്ലോ ജീവിതത്തില്. അതേ വിത്താണല്ലോ നിങ്ങളും. അപ്പൊ ആ ഒരു പാരമ്പര്യത്തില്, ആ ഒരു സിറ്റുവേഷനിൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല, ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, വേറെ ചിലർക്കൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ധാരണകളുണ്ട്. അതിന് ഹൈലി മോട്ടിവേറ്റഡ് ആവണം, ഡിറ്റർമിനേഷൻ നല്ല പോലെ വേണം. അല്ല സാർ, എന്റെ വീട്ടില് പപ്പയ്ക്ക് പപ്പയാണ് മോട്ടിവേഷൻ. ടോട്ടൽ പറയുകയാണെങ്കിൽ പപ്പയായിരുന്നു ആ ഒരു മീൻസ് സീഡ് ഓഫ് സിവിൽ സർവീസ് ഇട്ട് തരുന്നതേ പപ്പ തന്നെയാണ്. ഇപ്പോഴും പപ്പ എന്നോട് അതെങ്കിൽ വിടണം ചെയ്യണ്ടെന്നൊന്നും പറയുന്നില്ല. റാദർ ഈ ഒരു 5 അറ്റംപ്റ്റ്സ് ആവുമ്പോ വരുന്ന സാറി പറഞ്ഞതുപോലെ സോഷ്യൽ കൺസ്ട്രെയിൻസ്, അതാണ് അവരെ എഫക്ട് ചെയ്യുന്നത്. അല്ല, ഞാൻ സോഷ്യൽ കൺസ്ട്രെയിൻസിൽ പപ്പ അമ്മ മാത്രമല്ല പറഞ്ഞത്, ഞാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും വീട്ടുകാരും എന്ന് പറയുമ്പോൾ കുറെ പേരുണ്ടല്ലോ. ഈ നമുക്ക് വലിയ നിർബന്ധമൊന്നും ഇല്ലാത്ത പല കാര്യങ്ങളും ബന്ധുക്കളെയൊക്കെ ഫോഴ്സ് ചെയ്യുന്നത് അവരുടെ ബന്ധുക്കളാണ്. മനസ്സിലായോ? അവര് പറയുന്ന കുറെ കൺസ്ട്രെയിൻസ് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ യു ഹാവ് ഗ്രേറ്റ് ഡിറ്റർമിനേഷൻ, യു വാണ്ട് ടു ഡു വാട്ട് യു വാണ്ട് ടു ഡു, യു മസ്റ്റ് ഹാവ് ദറ്റ് എൻവിറോൺമെന്റ്. അത് അത്യാവശ്യമാണ്. അപ്പൊ ഇതൊക്കെ ആ SOPയിൽ വരണം. അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോബ്ലംസ് മാത്രമോ അല്ലെങ്കിൽ ഫാക്ട്സ് മാത്രമോ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും നിങ്ങളുടെ മോട്ടിവേഷനും ഒക്കെ എഴുതാൻ പറ്റണം. നമ്പർ 1. നമ്പർ 2, എനിക്കറിയില്ല ന്യൂസ് പേപ്പർ എത്ര വായിച്ചിട്ട്, ഇപ്പൊ GS എന്ന് പറയുന്നത് എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ആദ്യം മനസ്സിലാക്കണം. എന്തിനാണ് ഞാൻ PM ശ്രീ എന്ന് പറയുന്ന പ്രോഗ്രാം എന്താണ് പറയാൻ പറ്റുമോ? സ്കൂൾസിൽ എഡ്യൂക്കേഷൻ സ്പെസിഫിക്കലി അറിയത്തില്ല, ബട്ട് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് അത് സെൻട്രൽ ഗവൺമെന്റും സെൻട്രൽ സ്പോൺസേർഡ് ആണ്, സെൻട്രലും സ്റ്റേറ്റും കൂടെ ചേർന്ന് ചെയ്യുന്ന സ്കൂൾസില്, ഐ മീൻ എലമെന്ററി അല്ല,
ഹയർ എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഒരു തമിഴ്നാട് ഇഷ്യൂ ഒക്കെ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ സ്പെസിഫൈ നമ്മൾ ഏത് കാര്യങ്ങളെ കുറിച്ചും നമുക്ക് ഇത് വേഗമായിട്ട് കുറെ നോളജ് ഉണ്ട്. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷൂരുന്മീലിതം മേന തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്നാണ്. അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ചവരാണ് നമുക്ക്. ഓക്കെ, ജ്ഞാനാഞ്ജന ശലാകയ, ജ്ഞാനമാകുന്ന നോളജ് എനിക്ക് കണ്ണിൽ എഴുതി തരുന്ന ആളാണ് ഗുരു. ആ ഗുരുവിന് നമസ്കാരം എന്നാ പറയാം. എല്ലാ പൊതുജനങ്ങൾക്കും എല്ലാ പൊളിറ്റീഷ്യൻസും എല്ലാത്തിനെ കുറിച്ചും വളരെ വേഗമായിട്ടുള്ള സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള നോളജ് ഉണ്ടാവും. അവരൊന്നും ഈ പരീക്ഷ എഴുതിയാൽ പാസ്സാവില്ല. നമുക്ക് 10 കാര്യം അറിയുള്ളൂ എന്ന് വിചാരിക്കും. ആ 10 കാര്യം കൃത്യമായിട്ട് അറിയണം. അപ്പോ ഏതൊക്കെയാണ് നമുക്കിപ്പം നമ്മൾ രണ്ടാളും കൂടി ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കാം. ആ ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു 100 പോയിന്റ്സ് റൈറ്റ് ഇറ്റ് ഡൗൺ. 1 by 1 we will pick it up and discuss. അതിനെക്കുറിച്ച് നല്ലപോലെ ഒരു ധാരണ ഉണ്ടാവുക. ഞാൻ ഇന്നലെ മിന്നാന്നൊക്കെ ABC ചാനലിലെ ഡിസ്കഷൻ ആയിരുന്നു. അതിൽ PM ശ്രീ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ബ്രദർ എന്റെ ഹെഡ്മാഷായിട്ട് റിട്ടയർ ആയതാണ് എന്റെ സ്കൂളിൽ. ഇന്ന് എന്നോട് പറഞ്ഞത് നന്നായി ആ ഇന്റർവ്യൂ. ആർക്കും അറിയില്ല അത്, ആരും കേട്ടിട്ട് പോലുമില്ല. എഡ്യൂക്കേഷനിൽ കേട്ടിട്ടില്ല, NEP കേട്ടിട്ടുണ്ട്, പക്ഷെ അത് കേരളത്തിൽ കേട്ടിട്ടില്ല. ഞാൻ ആ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് സിവിൽ സർവീസിന് കാൻഡിഡേറ്റ്സിന് വരാവുന്ന ഒരു ചോദ്യമാണ്. കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ വലിയൊരു സ്കീമാണത്. അത് നമ്മൾ കേൾക്കാതിരുന്നിട്ട് കാര്യമില്ല. അത് പത്രത്തിൽ വരുന്നതുകൊണ്ട് GS മാത്രമല്ല, നമ്മൾ NEP എന്ന് കണ്ടിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈസ് ഇറ്റ് ഗെറ്റിംഗ് ഇംപ്ലിമെന്റഡ് എന്നൊരു ക്വസ്റ്റ്യൻ വരണം. അതാണ് അഡ്മിനിസ്ട്രേറ്ററുടെ കഴിവ്. പോളിസികൾ കുറെ ഉണ്ടാവുമല്ലോ. അവസാനം ഒരു IAS കാരന്റെ കഴിവ് എന്താണ്? ഗവൺമെന്റ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ ഹൗ ഈസ് ഇറ്റ് ഇംപ്ലിമെന്റിങ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഓരോ ഗവൺമെന്റ് സ്കീമും ചോദിക്കുന്നത് ആരായിരിക്കും? ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്തിനാ PM ശ്രീയെ കുറിച്ച് ചോദിക്കുന്നത്? PM ശ്രീ പഠിച്ചിട്ട് അത് പറയാൻ വേണ്ടിയിട്ടല്ല. ഭാരതത്തെ നന്നാക്കാനുള്ള കുറെ പോളിസീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം, എന്തൊക്കെ ചെയ്യാതിരിക്കാം, എന്താണ് ചെയ്യാതിരിക്കാൻ കാരണം, ഇത് അറിയാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. ഇപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതോ ഞാൻ വായിക്കുന്നതോ ഇങ്ങനൊരു എക്സാം എഴുതാനല്ലല്ലോ. ഇങ്ങനൊരു കുട്ടി വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ പറയാനും അല്ല. ഞാൻ എന്തിനാ ഇസ്രായേൽ യുദ്ധത്തെ കുറിച്ച് അറിയുന്നത്? എന്നെ അത് ഒരു തരത്തിലും എന്നെ എഫക്ട് ചെയ്യാൻ പോകില്ല. അത് അറിയാനുള്ള ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാവണം. ബിക്കോസ് വി ആർ എ സോഷ്യൽ ബീയിങ്, വി ആർ എ ഹ്യൂമൻ ബീയിങ്, വി ആർ ഹ്യൂമൻ ആൻഡ് വി ആർ സോഷ്യൽ. And being an Indian, I am concerned about every aspect of India. And it's not my district because I don't know tomorrow I am going to be in some other place or not. അപ്പോൾ അവിടുത്തെ ചരിത്രം എനിക്കറിയണം. ഇപ്പൊ ഇന്ന് എന്നോട് രാവിലെ ഉണ്ടായിരുന്ന കണ്ടിന്യൂസ് ഡിസ്കഷൻസ് ആണ്. ഓക്കെ, 3-4 ദിവസമായിട്ട് എനിക്ക് ആരെയും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ പെൻഡിങ് ഉണ്ട്. അതിൽ ഏറ്റെടുക്കുന്നത് ആ എഴുതുന്നതിന്റെ സ്റ്റൈലും നിങ്ങളുടെ ഡെപ്തും വായിക്കുമ്പോൾ എനിക്കറിയാം. അപ്പൊ അതില് ഒരു കുട്ടി വിളിച്ചപ്പോ ഞാൻ ആദ്യം ചോദിച്ചത് ഏത് ഡിസ്ട്രിക്ട് എന്നാണ്. സിവിൽ സർവീസ് ആണ് ഇഷ്ടം, IES ആണ്, എഞ്ചിനീയറിംഗ് സർവീസ് ആണ് വേണ്ടത്. അപ്പൊ IES ആയാലും IFS ആയാലും എക്കണോമിക് സർവീസ് ആയാലും സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും എല്ലാത്തിന്റെയും ബേസ് ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഇന്ത്യ അറിയണം. അപ്പോൾ പാലക്കാടാണ്, പാലക്കാടിന്റെ തൊട്ടടുത്ത ഡിസ്ട്രിക്റ്റുകളുടെ പേര് അറിയില്ല. തെക്കേതാണ്, വടക്കേതാണ്, കിഴക്കേതാണ്, പടിഞ്ഞാറേതാണ്. നമുക്ക് ജിയോഗ്രഫി അറിയണം, ഹിസ്റ്ററി അറിയണം, നമുക്ക് ചുറ്റുമുള്ളത് അറിയണം. കുറേ ചോദ്യങ്ങൾ, ഓരോ സംഭവങ്ങളും നമുക്ക് അറിയണം. ആ അറിവാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് നോയിങ് സോഷ്യോളജി. സോഷ്യോളജി ഓട്ടോമാറ്റിക്കലി യു റിക്വയർ എക്കണോമിക്സ്. അപ്പൊ നിങ്ങളുടെ എക്കണോമിക്സ് കൃത്യമായിട്ട് നിങ്ങൾ അറിയണം. ഇപ്പൊ ഇത് പറയുന്ന സമയത്ത് എക്കണോമിക്സ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും PM ശ്രീ എന്ന് പറയുമ്പോൾ എത്രയാണ് ബഡ്ജറ്റ്, ഉടനെ ആ ചോദ്യം വരണം. ഇപ്പൊ 27,000 crores ആണ്. അപ്പൊ അവരുടെ പോളിസി 60-40 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഷെയ്ക്ക് ഹാൻഡ് ആണ്. പക്ഷെ കേരളവും അരുണാചൽ പ്രദേശും ഒരേപോലെ അല്ല. അരുണാചൽ പ്രദേശ് ബാക്ക്വേർഡ് ആണ് എഡ്യൂക്കേഷനിൽ. അപ്പൊ അവരുടെ ഷെയ്ക്ക് ഹാൻഡ് എങ്ങനെയാണ്? അത് 90:10 ആണ്. അപ്പൊ നമ്മൾ സോളാർ കൊടുക്കുകയാണെങ്കിൽ 50% ഗവൺമെന്റ്, 50% നമ്മൾ വെക്കണം. അരുണാചൽ പ്രദേശ് 150% ആണ്. They will pay 50% extra to the owner. അപ്പോൾ ഓരോ സ്ഥലത്തും പോളിസികൾ ഡിഫറെന്റ് ആണ്, അവിടുത്തെ ജിയോഗ്രഫിക്കൽ സിറ്റുവേഷൻ. ഒരു ഉദാഹരണത്തിന്, യു ഹാവ് 9 attempts. ഞാൻ എഴുതിയ, എൻ്റെ മക്കൾ എഴുതിയാൽ 5 attempts ഉള്ളൂ. വൈ? ഇത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റണം. അത് ജസ്റ്റിഫൈ ചെയ്യുമ്പോഴാണ് ഐ നോ ഗവൺമെന്റ് എന്ന് പറയാൻ പറ്റുക.
ഗവൺമെന്റ് പോളിസി ഇങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് ഡിഫറെന്റ് ആണ്, ആണോ അല്ലയോ? അതെ. സോ വൈ? ഐ എം ആസ്കിംഗ് എ വെരി ജെന്യൂൻ ക്വസ്റ്റ്യൻ. വൈ? Government policy depends upon their vote banks, like the current scenario, എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. ബട്ട് അല്ല, ഗവൺമെന്റിന് വോട്ടിന്റെ ആവശ്യമില്ല. കാരണം ഗവൺമെന്റ് എന്ന് പറയുന്നത് ഭരണപക്ഷമാണ്, പൊളിറ്റിക്സിനാണ് വോട്ട് ബാങ്ക്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ടോട്ടലി റോങ് ആണ്. പൊളിറ്റിക്സ് അല്ല ഗവൺമെന്റ്. ഞാൻ ഗവൺമെന്റ് സർവന്റ് ആണ്. ഡോക്ടർ TPSന് രാഷ്ട്രീയത്തിൽ ഇഷ്ടമുണ്ട്, പക്ഷെ പാർട്ടിയിൽ ഒരു ഇഷ്ടമില്ല. ഐ ലവ് മൈ നേഷൻ ആൻഡ് ഐ ഹാവ് ഇൻട്രസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. വോട്ട് എന്ന് പറയുന്നത് പാർട്ടിയുടെ പരിപാടിയാണ്, പൊളിറ്റിക്സിന്റെ ഭാഗമല്ല. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്നത് അതാണ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ ഗവൺമെന്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം പൊളിറ്റിക്സ്. ഇതൊക്കെ ബേസിക് നോളജ് ആണ്. ഇത് അറിയുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ വിൽ ബി ഡിഫറെന്റ്. അണ്ടർസ്റ്റുഡ്? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുമായിട്ട് ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ളത് പോലും യു ഹാവ് നോട്ട് അനലൈസ്ഡ് പ്രോപ്പർലി. ആ അനാലിസിസ് എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ എന്ന്, ആ കഴിവുണ്ടോ ഇല്ലയോ, ഈ പറഞ്ഞ ഇൻട്രസ്റ്റുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ എങ്ങനെയാ ഒരു കാൻഡിഡേറ്റിനെ ചെക്ക് ചെയ്യാം? അതിനാണ് എക്സാമിനേഷൻ. നിങ്ങളുടെ ബ്രെയിനിൽ എത്ര ബൈഹാർട്ട് പഠിക്കാൻ കഴിവുണ്ട്, നിങ്ങൾക്ക് മനഃപ്പാടമാക്കാൻ കഴിവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനല്ല എക്സാമിനേഷൻ. നിങ്ങൾക്ക് ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, ഈ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, ഈ ടേസ്റ്റ് ഉണ്ടോ? ആ ടേസ്റ്റ് ഇല്ലാത്ത ഒരാൾ നാളെ ഭരണാധിപരായാൽ നിങ്ങൾ പാർട്ടി നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, വോട്ട് ബാങ്കിനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാ വർക്ക് ചെയ്യാം. സോ ഹൗ ഡു ഐ ടെസ്റ്റ് യു? അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് പിന്നെ ജഹാംഗീർ എവിടെയാ ഞാൻ എന്ത് ജഹാംഗീർ എവിടെയാ ഇപ്പൊ എനിക്കെന്താ കുഴപ്പം? ഹുമയൂൺ ആരാന്ന് വെച്ചാൽ വൈ ഷുഡ് ഐ വറി അബൌട്ട് ഹൂ ഈസ് ഹുമയൂൺ? എന്റെ ഭാരതത്തിന്റെ പൈതൃകം പഠിക്കുക എന്നുള്ളത് എന്റെ കടമയാണ്. നിങ്ങൾ ഏത് ജാതി ആയാലും കുഴപ്പമില്ല, മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും രാമായണം അറിയണം, മഹാഭാരതം അറിയണം. നിങ്ങൾ ബൈബിൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം ഭാരതത്തിന്റെ ഗ്രന്ഥാണത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താണ് വിച്ച് ഈസ് മൈ നേഷൻ? ആ നാഷണൽ ഫീലിംഗ് എപ്പോഴാ എനിക്ക് വരിക? ഓൺലി വെൻ ഐ നോ വിച്ച് ഈസ് മൈ നേഷൻ. ഓക്കെ. ആരാ മഹാത്മാഗാന്ധിക്ക് എത്ര കുട്ടികളുണ്ട്? അങ്ങനെയല്ലല്ലോ, കൃത്യമായിട്ട് പറയണ്ടേ? ഇതിപ്പം എന്റെ അച്ഛൻ എത്ര മക്കളുണ്ട് എന്ന് കൃത്യമായിട്ട് പറയാൻ അറിയണോ വേണ്ടയോ? ആ സമയത്ത് 2 or 3 എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ എന്റെ ഫാദർ ഓഫ് ദ നേഷൻ എന്ന് പറയുന്നത് എന്റെ നേഷനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ആം സേയിങ്? ഞാൻ മഹാത്മാഗാന്ധിക്ക് 4 ആയി പോലും 5 ആയി പോലും IAS എന്തിനാ അത് ചോദിക്കുന്ന ചോദിച്ചാൽ ദാറ്റ്സ് നോട്ട് ദ ക്വസ്റ്റ്യൻ. മനസ്സിലാവുണ്ടോ? അപ്പൊ ആ മക്കൾ ഇപ്പൊ എന്തൊക്കെയാ ചെയ്യണേ? ഞാൻ എന്തിനാ അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരാൾ ഒരു കേസ് പെട്ടിട്ടുണ്ട് ആഫ്രിക്കയില്, എലാ ഗാന്ധിയുടെ മകള്. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ വാല്യൂ സിസ്റ്റം. നാളെ നിങ്ങൾ പിന്നെ ആഫ്രിക്കയിൽ പോയിട്ട് ഒരു കമ്മീഷണറായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകൻ ചോദ്യം ചെയ്യുമ്പം ദാറ്റ് ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം? ദാറ്റ് മീൻസ് യു ഡോണ്ട് നോ യുവർ കൺട്രി. ഇത് ഈ സിവിൽ സർവീസ് കിട്ടി IFS കിട്ടിയതിന് ശേഷം അവിടെ അയക്കുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? പറ്റുമോ? അപ്പൊ നമ്മുടെ അത് ആ സമയത്ത് ഗൂഗിൾ ചെയ്യാൻ പറ്റുമോ? നോ, യു കനോട്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ജനറൽ നോളജ് ചോദിക്കുന്നത്. ഇപ്പം നിങ്ങൾ നാളെ ഒരു രാജ്യത്ത് പോയി ആ രാജ്യത്തെ രാജാവിന് ഇന്ത്യയിലെ ഏറ്റവും നല്ല മാത്തമാറ്റീഷ്യനായ ശ്രീനിവാസ രാമാനുജത്തിനാണ് ഇഷ്ടം. അങ്ങനെ ആയിക്കൂടാന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ അവിടെ ഏതോ ഒരു മീറ്റിംഗിൽ കണ്ട സമയത്ത് ചോദിക്കുകയാണ്, വേർ ആർ യു ഫ്രം? കേരള. യു ആർ ക്ലോസ് ടു തമിഴ്നാട് വേർ ശ്രീനിവാസ രാമാനുജം ഈസ് ഫ്രം. അപ്പൊ നിങ്ങൾ ഹു ഈസ് ശ്രീനിവാസ രാമാനുജം അയാളോട് ചോദിക്കാൻ പറ്റുമോ? ഇറ്റ് ഷെയിം നോട്ട് ഓൺ യു, ഇറ്റ് ഷെയിം ഓൺ ഇന്ത്യ. മനസ്സിലായോ? അതുകൊണ്ട് എന്തറിയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് പണ്ട്, യു എക്സ്ക്യൂസ് മീ ഐ വിൽ ഗെറ്റ് ഇന്ത്യ. ആരാ പറഞ്ഞത്? ഇതാണ് ഞാൻ പറഞ്ഞത്. അത് ആ അദ്ദേഹത്തെ നമ്മൾ അറിയുമ്പോൾ ഐ വാണ്ട് ടു ബി ലൈക്ക് ഹിം എന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾ സിവിൽ ഐ നെവർ റിപ്പൻഡ് ദാറ്റ് ഐ ഹാവ് നെവർ ബിക്കം എ സിവിൽ സർവീസ് IAS അല്ല ഞാൻ. പക്ഷെ ഞാൻ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ ബ്രദർ ഫോറസ്റ്റ് സർവീസിലാണ്, തിരുവനന്തപുരത്താണ് താമസം.
ആ ഓക്കെ. കാലത്ത് എനിക്ക് ആഗ്രഹം തുടങ്ങി, അന്ന് വായിക്കാൻ തുടങ്ങിയതും പഠിക്കാൻ തുടങ്ങിയതും. ഓ, ഓക്കെ. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് നോ ഐ വാസ് നോട്ട് ഗുഡ് ബിക്കോസ് ഐ ഡിഡ്ന്റ് ബിക്കം സിവിൽ IAS. ഐ ഹാവ് റീച്ച്ഡ് ഓക്കെ. മോർ ദാൻ വാട്ട് an IAS കുഡ് റീച്ച് അറ്റ് ദാറ്റ് ഏജ്. യെസ്, അപ്പൊ ദാറ്റ്സ് ട്രൂ. നമുക്ക് മിസ്സായതോ ആവോ ഇല്ലയോ എന്നുള്ളതല്ല. ഐ നോ വാട്ട് ഇന്ത്യ ഈസ്. You ask me about economy, you ask me about geography, you ask me about history, you ask me about heritage, you ask me about mathematics. Probably cricket മാത്രം എനിക്കറിയില്ല, ബാക്കി എല്ലാം അറിയാമെന്ന് പറയുന്നത്. Because that's not my cup of tea. ഓക്കെ. ക്രിക്കറ്റിൽ ഒരാളെ കാണിച്ചിട്ട്, പണ്ട് എവിടെയോ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ശ്രീശാന്ത് ഉണ്ടായിരുന്നു അടുത്ത്. ഓ, ഓക്കെ, ക്രിക്കറ്റർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ ഈ ഇരിക്കുന്ന ഗസ്റ്റിൽ ഏതാണ് ശ്രീശാന്ത് എന്ന് പോലും എനിക്ക് തിരിച്ചറിയില്ല. ബിക്കോസ് ഐ നെവർ സീ ദിസ് ഫിലിം. ആരും കാണാറില്ല. മൈ ടൈം ഈസ് നോട്ട് ഓൺ ദാറ്റ്. അപ്പോൾ അദ്ദേഹം വരുന്ന സമയത്ത് കുറെ പേര് പിന്നാലെ പോയി ഒപ്പക്കിടുന്നുണ്ട്. നമ്മളൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. സ്റ്റേജിൽ വന്ന സമയത്ത് ഐ ആം ദ ചീഫ് ഗസ്റ്റ് സ്പീക്കർ ഞാനാണ്. തൊട്ടടുത്ത് ഒരു സാധാരണഗതിയിൽ ഒരു നെക്സ്റ്റ് ലെവലിലുള്ള ഒരു കുറെ ആൾക്കാരുണ്ടാവില്ല, അവരിൽ ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ നമ്മൾ കുറെ എല്ലാവരെയും പരിചയപ്പെട്ട പോലെ അദ്ദേഹത്തെയും പരിചയപ്പെട്ടു. ദെൻ ഐ ടുക്ക് എ പിക്ചർ ആൻഡ് ദെൻ സെൻഡ് ടു സംബഡി ആസ്കിങ് ഹൂ ഈസ് ദിസ് ഫെലോ. ഓക്കെ. അപ്പൊ അതിന്റെ അടിയിൽ ഒരു മെസ്സേജും കൂടി അയച്ചു. പേരൊക്കെ ശാന്തനാണെങ്കിലും അത്ര ശാന്തനൊന്നും അല്ല അയാളെന്ന് ഒരു കമന്റും കൂടി. അപ്പൊ എന്റെ സ്പീച്ചിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, ചിലരുടെ പേരൊക്കെ അങ്ങനെയാണ്, പക്ഷെ അതൊന്നും സ്വഭാവത്തിൽ കാണിക്കാറില്ല. അണ്ടർസ്റ്റുഡ്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ആ ഇൻട്രസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആവാം. കാരണം ഐ എം നോട്ട് ഗോയിങ് ടു കോമ്പീറ്റ് എനിവർ ഫോർ എക്സാംസ്. യു ഷുഡ് നോ എവറിത്തിങ്. എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നാളെ തന്തുൽക്കർ എൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ ഗവാസ്കറുടെ എന്താണ്, ഇവരൊക്കെ എനിക്ക് അറിയുള്ളൂ. ആ ചെറുപ്പകാലത്ത് ആ സമയത്തൊക്കെ ഉള്ള പ്ലേയേഴ്സിനെ എനിക്ക് അറിയുള്ളൂ. ഓക്കെ, മാക്സിമം കുംബ്ലയോ ഒക്കെ അറിയാം, എനിക്ക് അത്രയൊക്കെ അറിയുള്ളൂ. ഇന്നത്തെ ആരും അറിയില്ല എനിക്ക്. അപ്പൊ ആ അറിവ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ആ അറിവ് നമുക്ക് ഉണ്ടാവാനുള്ള ആഗ്രഹം തന്നിലുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. ഇങ്ങനെയല്ല നോക്കി കണ്ടിട്ടുണ്ടാവുക. ഒരു ഈ കഴിഞ്ഞ 5 അറ്റംപ്റ്റിലും യു ഹാവ് സ്റ്റഡീഡ് ഫോർ റൈറ്റിംഗ് എക്സാം. അപ്പോഴാണ് നമുക്ക് ഇഷ്ടമില്ലാതെ ഒരു തമാശ കേട്ടിട്ട് ചിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ എക്സാം എഴുതിയത്. ശരിയാണ് ഡോക്ടർ. അത് ചോദിക്കുമ്പോ നേരത്തെ ഗാന്ധിജിയുടെ എത്ര മക്കളുണ്ടെന്ന് ചോദിക്കുമ്പോഴും ഞാൻ ഈ പറയുന്നത് പോലെ ഗാന്ധിജി പഠിക്കുന്നത് ശരിക്കും അത് എക്സാമിന് എഴുതണം. ആൻസർ റൈറ്റിംഗിന് എന്ത് വേണം, അല്ലെങ്കിൽ ഒരു MCQ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് എന്ത് വേണം, ആ ഒരു രീതിയിൽ മാത്രമേ ഞാൻ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്തിനാ ഗാന്ധിജിയെ കുറിച്ചും ബാബയെ കുറിച്ചും അല്ലെങ്കിൽ സയന്റിസ്റ്റുകളെ കുറിച്ചും പൊളിറ്റീഷ്യൻസിനെ കുറിച്ചും വിവേകാനന്ദയെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ യു മസ്റ്റ് നോ. എൻ്റെ ഒരു ബുക്കുണ്ട്, മേക്കേഴ്സ് ഓഫ് ഇന്ത്യ. ഞാൻ എനിക്കറിയുന്ന ഇന്ത്യക്കാരുടെ പേര് മാത്രമേ അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളൂ. അത് ക്രിക്കറ്റേഴ്സിന്റെ ഒക്കെ ഞാൻ കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഒരു സ്റ്റുഡന്റും കൂടി കമ്പൈൻഡ് ആയിട്ട് എഴുതിയത്. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവരെയും ഒരുവിധം എഴുതാൻ പറ്റും. അത് 1000 തികയില്ല എന്ന് ഉറപ്പാണ് എനിക്ക്, പക്ഷെ 1000 നിർത്താൻ വേണ്ടി നിർത്തിയതാണ്. അപ്പൊ ഓരോ പ്രസിഡന്റുമാരുടെയും, ഓരോ പ്രൈം മിനിസ്റ്റർമാരുടെയും, ഓരോ പൊളിറ്റീഷ്യൻസിന്റെയും, ഓരോ എക്കണോമിസ്റ്റുകളുടെയും, ഓരോ സിനിമക്കാരുടെയും, 10 സിനിമക്കാരെടുത്താലും 10 പേരിൽ പ്രേം നസീർ വരണമെന്നില്ല. പക്ഷെ എൻ്റെ ഒരു ബയാസ് ഉണ്ടായല്ലോ. അങ്ങനെ ഇന്ത്യ മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്നുള്ളതിൽ അവരൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ അവരെക്കുറിച്ചൊക്കെ എനിക്ക് പഠിക്കണം എന്നുള്ളൊരു ബോധം എനിക്കുള്ളപ്പോൾ ഞാൻ എഴുതി വെച്ചതാണ്. ഓക്കെ, അപ്പൊ അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ ഹൗ ഡസ് ഇറ്റ് മാറ്റർ എന്ന് ചോദിച്ചാൽ ഇറ്റ് മാറ്റേഴ്സ് ഫോർ മീ. എൻ്റെ ബന്ധുക്കളുടെ പേരൊക്കെ ഞാൻ അറിയണം എന്നുള്ളത് പോലെ. ഇവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്. ദേ മെയ്ഡ് മൈ ഇന്ത്യ. അപ്പൊ മൈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബോധം എനിക്ക് വേണ്ടേ? ആ ബോധം ഉണ്ടായിരുന്ന ഒരാളാണ് വിവേകാനന്ദ സ്വാമികൾ. അദ്ദേഹം പറഞ്ഞതാണ് എക്സ്ക്യൂസ് മീ യു വിൽ ഗെറ്റ് ഇന്ത്യ എന്ന്. എന്ത് ധൈര്യം വേണമെന്ന് ആലോചിച്ച് നോക്കൂ. ദ എസൻസ് ഓഫ് ഇന്ത്യ ഈസ് ഇൻ മീ എന്നാണ്. അങ്ങനെയൊക്കെ പറയാൻ പറ്റണ്ടേ? ഞാൻ പറയാറുണ്ട് എക്സ്ക്യൂസ് മീ യു വിൽ ഗെറ്റ് സ്വാമി വിവേകാനന്ദ. അങ്ങനെ പഠിക്കണം, അങ്ങനെ നല്ല പോലെ വായിക്കണം. ആ വായന ഉണ്ടാവണം. ആ വായനയും, പക്ഷെ അത് പരത്തി വായിച്ചു കഴിഞ്ഞാൽ യു കനോട്ട് റൈറ്റ് എക്സാമിനേഷൻസ്. അതിൽ ഫോക്കസ്ഡ് ആവണം. പക്ഷെ ഏതാണോ വായിക്കുന്നത് അതിൽ ഡീപ്പർ ആവണം. അത് ഏതൊക്കെയാണ് വായിക്കേണ്ടത് എന്ന് തരംതിരിച്ചറിയാനുള്ള കഴിവുണ്ടായാൽ എത്ര ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യോ അത് ഫുള്ള് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് ഏതാണ്? ഇപ്പം ഞാൻ ചോദിച്ചു എന്ന് വിചാരിക്കും,
ഇനി അടുത്ത ഒരു പ്രാവശ്യം CSAT എഴുതുകയാണെങ്കിൽ അതിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ 1 2 3 4 5 എന്ന് ഇങ്ങനെ പറയാൻ പറ്റണം. അത് വരും, ആ സബ്ജക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് വരാൻ നോ, ഐ ഡോണ്ട് വാണ്ട് ഓൾ ദാറ്റ്. അങ്ങനെയാണ് പ്രിപ്പറേഷൻ എങ്കിൽ എങ്ങനെ ഇരിക്കും? എന്നിട്ട് കിട്ടിയില്ലെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. മനസ്സിലായോ? ഇപ്പൊ ആരെങ്കിലും പട്ടി കടിച്ച് അടിക്കാൻ വരുമ്പോൾ ഓടിയിട്ട് അതിനേക്കാളും സ്പീഡിൽ ഓർഡർ ആയിരുന്നു എന്ന് പറയാറില്ല. രക്ഷപ്പെട്ടു എന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ പറയാ ഞാൻ എന്റെ മാക്സിമം ചെയ്തിട്ടുണ്ടെന്നേ പറയുള്ളൂ. ആണോ അല്ലയോ? ഇനി കടിച്ചാലും എന്താ പറയാ, ഞാൻ എന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, പിന്നെ ബാക്കി എന്നേ പറയുള്ളൂ. അതിൽ വിഷമം തോന്നില്ല നമുക്ക്. അതിനേക്കാളും സ്പീഡിൽ ഓടായിരുന്നു എന്ന് ആരെങ്കിലും പറയോ? ഇല്ല, നമ്മൾ ചെയ്യും, മാക്സിമം ചെയ്യും. ആ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ ഈ നിമിഷം മുതൽ 9 മണിക്കൂർ 24 മണിക്കൂറിൽ വേറെ ജോലിക്കൊന്നും പോണില്ലല്ലോ, വേറെ ടൈം പാസ് ഒന്നും ഇല്ല. അല്ല, എക്സാം എല്ലാ എക്സാമും എഴുതണം. എല്ലാ എക്സാം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എഴുതാൻ പറ്റുമോ അതൊക്കെ എഴുതണം. ഞാൻ എഴുതുന്നുണ്ടായിരുന്നില്ല ശരിക്കും. അത് പറ്റില്ല. അത് പോണോ പോണ്ടയോ എന്നുള്ളത് ആ ഒരു തെറ്റ് ചെയ്യരുത്. ഇപ്പൊ ബാങ്ക് ടെസ്റ്റ് കിട്ടിയ ഉടനെ പോയി ജോലി ചെയ്ത് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻട്രസ്റ്റ് ഒക്കെ പോകും. അതൊഴികെ കീപ് റൈറ്റിംഗ് ഓൾ എക്സാംസ്. അതിനൊരു കുഴപ്പമില്ല. അത് ബാങ്ക് ടെസ്റ്റ് ആയാലും അടുത്തുള്ള ഏതെങ്കിലും പിന്നെ ഇൻവൈറ്റഡ് ഫോർ എന്താണ് വാക്ക് ഇൻ ഇന്റർവ്യൂ ലെക്ചറേഴ്സ് ജോബ്, ജസ്റ്റ് ഗോ. അതാണ് നിങ്ങളുടെ ടൈം പാസ്, അതാണ് നിങ്ങളുടെ ഹോബി. അതുപോലെ ഡോക്യുമെന്ററീസ് കാണും. ഡോക്യുമെന്ററീസിനെ കുറിച്ച് കാണുമ്പോൾ അതൊക്കെ എഴുതി വെക്കുക. എവറിത്തിങ് വാട്ട് ടു ഡു യു ഷുഡ് ഹാവ് എ നോട്ട് ടേക്കിംഗ്, നോട്ട് മേക്കിംഗ് എബിലിറ്റി. കോംപ്രഹെൻഷൻ എബിലിറ്റി അവിടെയാണ് വരിക. അപ്പം നമ്മൾ ഈ ഡിസ്കഷൻ നടത്തി വാട്ട് ഡു ഐ എക്സ്പെക്ട്, ഇമ്മീഡിയറ്റ്ലി യു മസ്റ്റ് സെൻഡ് മീ എ നോട്ട് സെയിങ് ദിസ് ഈസ് വാട്ട് വി ഡിസ്കസ്ഡ്. ഓക്കെ, റീഡ് വൺ ന്യൂസ് ഫ്രം ഹിന്ദു, ഓൺലി വൺ ന്യൂസ് on which you make your views. Matter of facts, my view. ആ മാറ്റർ ഓഫ് ഫാക്ട്സ് വരുമ്പോ ഇപ്പൊ ഇസ്രായേൽ യുദ്ധത്തിന്റെ കാര്യം പറയുമ്പോൾ ഇന്നെടുത്ത് ബോംബിട്ടു, ഇന്ന് തിരിച്ചിട്ടു എന്നേ അറിയുള്ളൂ. അത് ഇന്നത്തെ ന്യൂസ് ആണ്. ഉടനെ ചോദിക്കണം വൈ ദേ ആർ ഫൈറ്റിംഗ്, വാട്ട് ഈസ് യുവർ വ്യൂ. ഓക്കെ, അപ്പൊ ഹിസ്റ്ററിയുമായി നാളെ വരാൻ പോകുന്നതായി. പ്രസന്റ് ഈസ് നോട്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെയും പ്രോബ്ലം പ്രസന്റ് അല്ല. അയാൾ അത് ഉണ്ടാവാനുള്ള കാരണവും അതിനെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ. മനസ്സിലായോ ഓറിയന്റേഷൻ എങ്ങനെയാന്ന്? നിങ്ങൾ ഇതുവരെ ആരും പറഞ്ഞു തന്നില്ലല്ലോ. ഇല്ല, ഇങ്ങനെ ഞാൻ കേൾക്കുന്ന ഫസ്റ്റ് ടൈം. നമ്മളിപ്പോ കോച്ചിങ് എടുക്കാൻ പോകുമ്പോഴും ലിറ്ററലി ഒരു സബ്ജക്ട് എടുക്കും, അതങ്ങ് പറഞ്ഞു പോകും. സൊസൈറ്റി പഠിപ്പിക്കുമ്പോഴൊക്കെ സൊസൈറ്റി ഇങ്ങനെയാണ്. ഞാൻ ചോദിക്കണത് ഈ ഒരു സിവിൽ സർവീസ് എഴുതുന്ന ഒരാൾക്ക് ഈ ഏജില് ആരെങ്കിലും പഠിപ്പിക്കണോ? നിങ്ങൾക്കത് വായിച്ച് നോട്ട് ഉണ്ടാക്കാൻ കഴിവില്ലെങ്കിൽ നാളെ നിങ്ങൾ എങ്ങനെയാ കളക്ടർ ആവുക? സോ ആ എബിലിറ്റി യു ഹാവ്, ബട്ട് വാട്ട് യു ഡോണ്ട് ഹാവ് ഈസ് എൻ ഓറിയന്റേഷൻ ടുവേർഡ്സ് ദാറ്റ്. അതുകൊണ്ട് ഡോക്ടർ TPS നെവർ ഗിവ് ട്യൂഷൻസ്, നെവർ ഗിവ് കോച്ചിങ്, ഐ ഓൺലി ഗിവ് ഡയറക്ഷൻസ്. ഞാൻ മെന്റർ ചെയ്യുന്ന ഒരാളാണ്. I will make you to do that. Understood? I am not going to teach you, but നിങ്ങൾക്ക് ഏത് വിഷയം മനസ്സിലായി, യു ലുക്ക് അറ്റ് ഡോക്ടർ TPS UPSC, അതിനകത്ത് ഏതോ 1-2 ടോപ്പിക്കുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടാവും. കാരണം അത് മനസ്സിലാവാതെ ബുദ്ധിമുട്ടുന്ന ചിലർ വന്നിട്ട് ഇതെനിക്ക് മനസ്സിലായില്ല വായിച്ചിട്ടെന്ന് പറഞ്ഞാൽ യു ടെൽ മീ വിച്ച് സബ്ജക്ട്, ഐ വിൽ ടെൽ യു that off hand I can tell you like this. That's not an issue. കാരണം കുറേ കുട്ടികൾ വന്ന് എത്ര കൊല്ലങ്ങളായി ചെയ്യുന്നു, എത്ര കുട്ടികൾ വന്നിരിക്കുന്നു. ഇങ്ങനെ അവരെവിടെ എത്തിയെന്ന് പോലും അന്വേഷിക്കാറില്ല. കാരണം ബിക്കോസ് I am not worried about to know what he does with my knowledge, where he has gone, has he got it or not. ആരെങ്കിലും എന്തേ അത് കിട്ടിയോ, how does it matter to me? ചിലർ വന്ന് പറയും, ചിലർ കിട്ടിയില്ല എന്ന് പറയും, ചിലർ കിട്ടിയെന്ന് പറയും, അത്രയൊക്കെ ഉള്ളൂ. So it doesn't matter for me, and whether you write it or not is also doesn't matter to me. പഠിക്കുമ്പോൾ നമുക്ക് അറിയണം, എനിക്കറിയാം എന്നുള്ളൊരു ബോധം. ആ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ യെസ്, യു വിൽ വിൻ. That's 100%. Okay. Sure, sir. So that statement of the SOP ആയിരുന്നില്ലേ sir? Statement of purpose. Why do you want to become civil service? Okay. അതുണ്ടാവുമ്പോൾ അതിന്റെ ഓരോ വാക്കുകളിലും മനസ്സിലാവും നമുക്ക്. അതിപ്പോ ആർട്ടിഫിഷ്യൽ ആയിട്ട് എഴുതുമായിരിക്കും,
100%. കാരണം ഇപ്പൊ ആ ഒരു ബ്രീഫിംഗിൽ അത് മനസ്സിലായോന്ന്, എന്റെ ഐഡിയ നിങ്ങളിൽ എത്തിയോ എന്ന് അത് വായിച്ചാൽ എനിക്ക് മനസ്സിലാവും. അതിനുവേണ്ടി കുറച്ച് ആർട്ടിഫിഷ്യൽ ആയാലും കുഴപ്പമൊന്നുമില്ല. കാരണം അത് നിങ്ങളിൽ ഉറച്ചാൽ, അത് നിങ്ങളിൽ ഉറക്കുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ദെൻ യു നോ യെസ് വൈ ആം ഐ ബിക്കമിങ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഡോക്ടർ പറഞ്ഞത് 100 പോയിന്റ്സ് ടു ബി ഡിസ്കസ്ഡ്. സോ കറണ്ട് സിനാരിയോയിലുള്ളത് അങ്ങനെ തന്നെയല്ലേ ഡോക്ടർ ഉദ്ദേശിച്ചത്? അല്ല, അതിന് ഇടയിൽ ഇപ്പൊ എന്ത് എക്സാം എഴുതുവോ, എന്ത് ജോലി കിട്ടുമോ, പോവോ, എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. ദാറ്റ്സ് എ ഡിഫറെന്റ് മാറ്റർ. ബട്ട് ഒന്നിൽ കിട്ടുന്നത് വരെ, ഒന്നിൽ ചേരുന്നത് വരെ യു ഹാവ് ടൈം. ആൻഡ് യുവർ ടൈം ഈസ് ടു റൈറ്റ്, റീഡ്, ദാറ്റ്സ് ഇറ്റ്, റൈറ്റ്? അപ്പൊ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. പ്രിപ്പയർ, മേക്ക് ക്വസ്റ്റ്യൻസ്. അതാകുമ്പോൾ തന്നെ പ്രിപ്പറേഷൻ ആയി. ആൻഡ് ബിക്കോസ് ഓഫ് യുവർ എക്സ്പീരിയൻസ് യു നോ ഓൾറെഡി വാട്ട് ഈസ് ഇറ്റ് ഗോയിങ് ടു കം, എങ്ങനെയാന്നൊക്കെ ഒരു ടേം അറിയാം. അതങ്ങോട്ട് ചെയ്യാം. 8 മണിക്കൂർ ഉറങ്ങുക, 6 മണിക്കൂറോ 8 മണിക്കൂറോ എത്ര മണിക്കൂർ വേണമെങ്കിലും ഉറങ്ങുക. അത് കഴിഞ്ഞ ഒരു 4 മണിക്കൂർ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാലും 12 hours ഈസ് അറ്റ് യുവർ ഡിസ്പോസൽ. ആ 12 hours എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ടൊരു ബോധം ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് ടൈം. ആണോ അല്ലയോ? അങ്ങനെ 365 ഡേയ്സിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചു. വൈ വറി? അതും സപ്പോർട്ട് ഉണ്ട്. വീട്ടിൽ ഒരാള് അച്ഛൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എവറിഥിങ് ഈസ് പോസിബിൾ. കറക്റ്റ്. കാരണം ബാക്കി എല്ലാവർക്കും യു ആർ നോട്ട് ആൻസറബിൾ ടു എനിബഡി എൽസ്, യു ആർ ഓൺലി ആൻസറബിൾ ടു യുവർ ഫാദർ. അതെ, അമ്മയോടുള്ളതെന്ന് പറഞ്ഞാൽ പപ്പ ആൻഡ് അമ്മ ആർ ടുഗദർ, ദെൻ ഓൺലി വൺ പേഴ്സൺ ഈസ് ഗുഡ് ഇനഫ്. ഐദർ മമ്മ ഈസ് ഗുഡ് ഇനഫ് ഓർ പപ്പ ഈസ് ഗുഡ് ഇനഫ്. അതിലൊരു കോൺഫ്ലിക്റ്റ് ഇല്ല. ദേ ആർ സപ്പോർട്ടിങ് യു, ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് യുവർ. അല്ല, വേറെ ഓപ്ഷൻസ് ഒക്കെ നോക്കണം. ഐ എം നോട്ട് സേയിങ് ദാറ്റ്. അത് കയ്യിൽ കിട്ടിയിട്ട് പോണോ വേണ്ടോ എന്ന് ആലോചിക്കുന്ന കാര്യമില്ലേ വേറെ വേണ്ടോ? ഞാൻ എക്സാംസ് എഴുതുന്നത് കുറവായിരുന്നു സാർ. പക്ഷെ PSC എക്സാംസ് ഒക്കെ എഴുതുമായിരുന്നു. പക്ഷെ PSC എക്സാംസിനും ഞാൻ അങ്ങനെ ഒന്നിനും വന്നിട്ടില്ല. ചില പ്രിലിംസ് കയറിപ്പോവും, അങ്ങനെയൊക്കെ. അല്ലാണ്ട് മെയിൻസിനൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ അതും ഒരു ഭയങ്കര ഒരു സെൽഫ് ഡൗട്ട് ആയിരുന്നു. പറഞ്ഞതുപോലെ ഞാൻ എന്താ ശരിക്കും ചെയ്യുന്നതെന്ന് തന്നെ വലിയൊരു ഡൗട്ട്. അല്ല, ഇത് ഒരാൾക്ക് മാത്രല്ല. കാരണം മിക്കവാറും സക്സസ്ഫുൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഇപ്പൊ എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യൊന്നുമില്ലല്ലോ. നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് കുറെ പേരെ. അതിൽ ചിലരൊക്കെ ചിലപ്പോൾ വന്ന് കാണുമ്പോൾ അവർക്ക് കിട്ടി എന്നുള്ളത് ബാക്കിയുള്ളവർ പറഞ്ഞിട്ടൊക്കെ അറിയാം. ഇങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞ് എഴുതി കിട്ടി. അപ്പൊ അതിലൊന്നും നമുക്ക് ദുഃഖമൊന്നുമില്ല. ഇപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ദോഷമൊന്നും വിവരമൊന്നും പറയാറില്ല. അവരെയും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പലരെയും. ബിക്കോസ് ഐ ആം ഡൂയിങ് ഇറ്റ് ബിക്കോസ് ഐ ആം എൻജോയിങ് ഇറ്റ്. Okay. So that's good. Do it and update. UPSC ഡോക്ടർ TPS കണ്ടിരുന്നോ? ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിനകത്ത് ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. ഉണ്ടായിരുന്നു. അത് ഞാൻ മിസ് ഔട്ട് ചെയ്തെന്ന് തോന്നുന്നത്, കണ്ടില്ല. എങ്ങനെയാണ് ന്യൂസ് പേപ്പർ വായിക്കേണ്ടതെന്ന് അതിനകത്തുണ്ട്. അപ്പൊ എങ്ങനെയാ ബ്രീഫ് എഴുതേണ്ടതെന്നും കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതുപോലെ ഒന്നോ നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട്, ഏറ്റവും ടഫായിട്ട് തോന്നുന്ന ഭാഗം എടുക്കുക. ടെൽ മീ ദിസ് ഈസ് വാട്ട് വി വാണ്ട്, വി ക്യാൻ. അപ്പം അത് വരുന്ന സമയത്ത് വേണമെങ്കിൽ വേറെ ആർക്കൊക്കെ അയച്ചു കൊടുത്ത്, കുറച്ച് പേര് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് കോൺടാക്ട്, അവർക്ക് അയച്ചു കൊടുത്ത് ഓൾ ഓഫ് ദം ക്യാൻ ജോയിൻ, ഇറ്റ്സ് ഗുഡ്. ഓർ യു ഹാവ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു വാണ്ടഡ് ടു ഗെറ്റ് ദിസ് മെന്ററിംഗ്, ടെൽ ദം ദാറ്റ് നോ വി ആർ ജോയിനിങ് ടുഗദർ, വി കുഡ് ഡു ഇറ്റ് ടുഗദർ. ദാറ്റ്സ് ഓൾസോ ഫൈൻ. ഇതിടാലോ യൂട്യൂബിൽ അല്ലേ? ഇറ്റ് വിൽ ഹെൽപ്പ് സംബഡി. താങ്ക് യു സോ മച്ച്. സാർ എന്നാ ഫേസ് റിവീൽ ചെയ്യണമെന്നില്ല സാർ? ഫേസ് റിവീൽ ചെയ്യാനൊക്കെ എന്താ കാണാൻ കൊള്ളാത്ത ഫേസ് ഒന്നുമല്ല, പിന്നെ എന്തിനാ പിടിക്കണം? അങ്ങനെയല്ല, പ്രശ്നമില്ല. എങ്കിലും ഇറ്റ്സ് അപ് ടു യു. ഐ ഹാവ് നോ ഇഷ്യൂ. പക്ഷെ ആ ഒരു ധൈര്യം നമുക്കില്ലെങ്കിൽ ഹൗ ആർ വി ഗോയിങ് ടു ഡു എ സോഷ്യൽ സർവീസ് ഇൻ ദിസ് വേൾഡ്? ഇറ്റ്സ് നത്തിങ് കോൺട്രവേഴ്സ്യൽ, റൈറ്റ്? മേ ബി എനിക്ക് കിട്ടിയില്ല എന്നുള്ളത്, ഹൗ ഡസ് ഇറ്റ് മാറ്റർ? എനിക്ക് കിട്ടിയില്ല എന്ന് ബാക്കിയുള്ളവർ അറിയുന്നില്ല. അത് നമ്മളെ വാശി പിടിപ്പിക്കല്ലേ ചെയ്യാം? ആണോ അല്ലയോ? ഈ ഒരു ഭയം ആണ് മനുഷ്യനെ മിക്കവാറും മുന്നോട്ട് നയിക്കുന്നത്. അതാ ഞാൻ പറയുന്നത്. അതാ ചോദ്യം. എനിക്കത് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവും. എന്നെ അറിയുന്ന ചിലരൊക്കെ എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇയാൾ ഇപ്പോഴും ട്രൈ ചെയ്യാണ്, ഇപ്പോഴാ മനസ്സിലായത് ഇത്രയും കാലം ചെയ്തതൊക്കെ തെറ്റാണ്, കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചത് കിട്ടിയില്ല. ഹൗ ഡസ് ഇറ്റ് മാറ്റർ? ബിക്കോസ് ഐ ആം ലൈക്ക് ദിസ്, എവറി ചൈൽഡ് ഈസ് ലൈക്ക് ദാറ്റ്. മേ ബി ഐ വിൽ ഗ്രോ, ഐ വിൽ ബിക്കം ബെറ്റർ.
എനിക്ക് ഒരു കുട്ടി, ചെറിയ കുട്ടികൾ കുറേ പെട്ടെന്ന് പഠിക്കും. അതിനെന്താ കാരണം എന്നറിയോ? അവർക്ക് അറിയില്ല എന്ന് പറയാൻ ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മളൊരു മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോൺ കിട്ടിയത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാന്ന് ഒരു കുട്ടി 4 ആളോട് ചോദിച്ച് പഠിക്കും. കുറച്ച് പ്രായം കൂടുമ്പോൾ എന്ത് ചെയ്യും? ചോദിക്കാൻ മടിയായതുകൊണ്ട് അറിയാണ്ടിരുന്നാലും കുഴപ്പമില്ല. യു അണ്ടർസ്റ്റുഡ്? നമ്മളെ പഠിക്കാനോ തയ്യാറില്ലാത്തതിന് കാരണം ഈ ഒരു ഈഗോ നമ്മളിലുള്ളതുകൊണ്ടാണ്. അതെടുത്ത് മാറ്റിയാൽ യെസ്, യു ബിക്കം എ സ്റ്റുഡന്റ്. അതാണ് എപ്പോഴും അത്യാവശ്യം. എനിക്ക് പറ്റും എന്ന് ഉറപ്പൊന്നുമില്ല പലതും. ഞാൻ ശ്രമിച്ചു എന്ന് പറയാമല്ലോ, അത് എല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ സാധാരണ സൈക്കോളജി, ഐ എം എ സൈക്കോതെറാപ്പിസ്റ്റ്. സോ സൈക്കോളജി പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മൾ സ്കൂട്ടറിൽ നിന്ന് വീണാല് ആദ്യം എന്ത് അപകടം ഉള്ളാലും ആദ്യം നോക്കാം, ആരെങ്കിലും ഞാൻ വീണത് കണ്ടു എന്നാണ്. ആണോ അല്ലയോ? എന്റെ ശരീരമോ സ്കൂട്ടറോ ഒന്നുമല്ല എനിക്ക് ബാധകം, ഞാൻ വീണത് ആരെങ്കിലും കണ്ടു. ഇത് മാനുഷികമായ ഒരു മൂല്യമാണ്, കുഴപ്പമൊന്നുമില്ല അതിന്. പക്ഷെ അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതെന്റെ ഒരു സ്വാഭാവികമായ തോന്നലാണ്. പക്ഷെ ഐ ആം ഔട്ട് ഓഫ് ഇറ്റ് എന്നൊരു ബോധം എന്നിലുണ്ടെങ്കിൽ then I don't mind asking somebody to help me. അല്ലെങ്കിൽ ആ നോക്കുന്നത് ശരിക്കും ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാവണം, ഷെയിം ആവരുത്. എനിക്ക് ആരും തീർന്നില്ലേ കഥ? നോ, ഐ വിൽ നോട്ട് പുട്ട് യുവർ പിക്ചർ. ഒരാൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ സെക്കൻഡ് യെസ് എന്ന് പറഞ്ഞാലും നോ, ഐ വിൽ നോട്ട് പുട്ട്. അത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്തത്. അല്ല, എനിക്ക് ഡോക്ടർ ലാസ്റ്റ് പറഞ്ഞത് എന്നെ നല്ലപോലെ മോട്ടിവേറ്റ് അല്ല, സംതിങ് ചേഞ്ച്. കാരണം എനിക്കത് നല്ലപോലെ ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഫേസ് ചെയ്യാനുള്ള മടി. അല്ല, ഞാൻ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഐ എം എ സൈക്കോതെറാപ്പിസ്റ്റ്, സോ ഐ ഹാവ് ടു ആസ്ക് ഫ്യൂ ക്വസ്റ്റ്യൻസ് ടു നോ വാട്ട് ഈസ് യുവർ ക്യാരക്ടർ. നോ, അത് എല്ലാവരും നമുക്ക് അറിയുകയും ചെയ്യാം. ഒരു പ്രാവശ്യം കണ്ടാ പറയും ഇയാൾ അങ്ങനെയുള്ള ആളാണ്. അതെനിക്കുണ്ട്. ഇപ്പൊ ഒരു ഫാമിലി ഫംഗ്ഷൻ ഒക്കെ ആവുമ്പോൾ തന്നെയും ഞാൻ നല്ലപോലെ പഠിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ആൻസറബിൾ ചെയ്യണല്ലോ, എന്ത് ചെയ്യുന്നു, അതില്ലേ, ഇപ്പൊ കിട്ടിയില്ലേ, ഒന്നും കിട്ടിയില്ലേ എന്നൊക്കെയുള്ള ഒരു ചോദ്യങ്ങളൊക്കെ. അല്ല, കുറെ ചോദ്യം വരും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു പ്രശ്നമില്ലാത്തൊരു കാരണം എന്ന് വെച്ചാൽ ഐ വാസ് എ ഫെയിലിയർ ഇൻ മൈ ലൈഫ്. ടെഡെക്സ് ഡോക്ടർ TPS അടിച്ചു നോക്കണം. Okay, I was thrown out of in a school being the worst student. I am only a 52% or 54% in 10th and 12th. Law second class എന്നാ പറയാ അന്നത്തെ. I am not meant to learn mathematics. Understood? That doesn't make sense. I'm a failure. Many places I am a failure. How does it matter? എനിക്ക് ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്തു, എനിക്ക് ആ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ സീറ്റ് ഞാൻ ഫിറ്റ് അല്ലാതെ അർത്ഥമുള്ളൂ. അവിടെ വേറെ ആരോ ഫിറ്റാണ്. പ്രോബബ്ലി ഞാൻ കുറച്ചും കൂടി പിന്നെ മോട്ടയാണ്, ഫാറ്റാണ്, അതിൽ എനിക്ക് കൊള്ളില്ല. അല്ലെങ്കിൽ ഞാൻ ടു ലീൻ, ഞാൻ ഇരുന്ന ഓക്വേർഡാണ്, അതുകൊണ്ട് ആ സീറ്റ് എനിക്ക് തന്നില്ല, അത്ര തന്നെ. That doesn't mean I am useless. Yeah, that doesn't mean. Understood? എനിക്ക് എൻ്റെതായ കഴിവുകളുണ്ട്, എൻ്റെതായ ബോധ്യമുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അത് ഞാൻ ചെയ്യുന്നു, അത്ര തന്നെ. ഞാനിപ്പോ അഡ്വർടൈസ് ചെയ്തിട്ടൊന്നും അല്ലല്ലോ എൻ്റെ അടുത്ത് എത്തിയത് എൻ്റെ കുട്ടി. ഏതെങ്കിലും ഒരു വീഡിയോയില് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും പറയാറുമില്ല. ഞാൻ കുട്ടികളോട് അതിനകത്ത് കമന്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാ വെച്ചാൽ നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലും നിങ്ങളത് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ, ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ യൂട്യൂബിൽ ഒന്ന് കമന്റ് ചെയ്യണം എന്ന് പറയും. Until last month I was not even monetizing. I made more than 8,000 videos. Not even one single was monetized. അപ്പൊ എന്റെ കുറെ കുട്ടികൾ എന്നെ അഡ്വൈസ് ചെയ്തു, മോണിറ്റൈസ് ചെയ്യാത്തതുകൊണ്ടാണ് ദിസ് ഈസ് നോട്ട് ഗെറ്റിംഗ് പോപ്പുലാരിറ്റി. അതർവൈസ് കണ്ടന്റ് ഈസ് ഹ്യൂജ്. അതിനുശേഷമാണ് ഇപ്പോഴൊക്കെ പലരും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാ വെച്ചാല് ആ കണ്ടന്റ് യൂട്യൂബ് ഓൾസോ വിൽ നോട്ട് പോപ്പുലറൈസ് ബിക്കോസ് ദേ ഡോണ്ട് ഗെറ്റ് അഡ്വർടൈസ്മെന്റ് മണി. ഇതെനിക്ക് അറിയാത്തോണ്ടല്ല, എക്കണോമിക്സ് അറിയാത്തോണ്ട്, വേണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ. അപ്പൊ സംബഡി സ്റ്റാർട്ടഡ് ടെല്ലിങ്, സോ ഇത്രയും ഹ്യൂജ് ആണ്, സംബഡി മേ നോട്ട് ബി ഏബിൾ ടു സീ ഇറ്റ് ജസ്റ്റ് ബിക്കോസ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് പ്രോംപ്റ്റിംഗ് ഫ്രം ദ യൂട്യൂബ്. അപ്പൊ യൂട്യൂബ് പ്രോംപ്റ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു മോണിറ്റൈസ് ഇറ്റ്. So the money doesn't come to me also. I said no, that I am doing it social service, so I don't take a penny from that. So somebody did it and they are monetizing it, they are looking at it, they are analyzing it and they are doing it. പക്ഷെ ഇത് എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഞാനാണ്. I invest lot of time. Okay.
ഓക്കെ ഡോക്ടർ. താങ്ക് യു. ഓ താങ്ക് യു സോ മച്ച്.